ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വാട്ടർ മെലണിന്റെ ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയന്റ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പൊ എന്നും പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ ഒരു വലിയ പീസ് വാട്ടർ മെലൺ എടുത്തിട്ടുള്ളത്, വത്തക്ക എന്ന് പറയും ഞങ്ങള്. അപ്പൊ അത് നന്നായി ഒന്ന് കട്ട് ചെയ്ത് അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി ഒരു ബൗളിലെടുക്കാം. അപ്പൊ ഈ വാട്ടർ മെലൺ കുറച്ച് നല്ല കളറുള്ള വത്തക്കയാണെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ കളറ് തീരെ കുറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാം. കളർ വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് യൂസ് ചെയ്താലും അത് നല്ല കളർ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഇതിനൊന്നും ചെയ്യുന്നില്ല, ഫുഡ് കളറൊക്കെ അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഇതിനധികം കളറൊന്നുമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ കുരുവൊക്കെ കളഞ്ഞ പീസുകളെടുത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്തിട്ടില്ല, ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഏകദേശം ഒരു 5 ഗ്രാമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏകദേശം 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് അലിയിച്ചെടുക്കണം. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ചൈന ഗ്രാസ് യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ചധികം ചൈന ഗ്രാസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ചെയ്യുന്ന അതേ സമയം തന്നെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസ് ഞാൻ മറ്റേ അടുപ്പിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് നന്നായി ചൂടാക്കുന്നുണ്ട്. അപ്പൊ ഇത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, നന്നായി ചൂടാക്കണം. ഒരേ സമയം ചെയ്യുന്നത് ഈ ചൈന ഗ്രാസ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സെയിം ടൈം ചെയ്യുന്നത്. ചൈന ഗ്രാസ് ഒക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. വാട്ടർമെലൺ ജ്യൂസിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ചേർത്ത് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കണം. ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ മിക്സിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. മധുരം കുറഞ്ഞ വാട്ടർമെലൺ ആണെങ്കിൽ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാര ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. പിന്നെ ഈ മിക്സ് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം. കാരണം ചൈന ഗ്രാസിന്റെ അലിയാത്ത എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ച് കളയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അടിയിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി വിതറിയിട്ടുണ്ട്. കാരണം ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നല്ല കറുത്ത ഉണക്കമുന്തിരി ആണെങ്കിൽ വാട്ടർമെലന്റെ കുരു പോലെ തന്നെ തോന്നും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ചൂടാറിയതിനു ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏകദേശം 1 മണിക്കൂറോടെ ഇത് സെറ്റ് ആവും. സെറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ജെല്ലി പോലെ ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി.
നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.